ആദ്യം ശ്രീ എം എസ് വേണുഗോപാൽ ഇന്ന് പുതുതായിട്ട് വന്നിരിക്കുന്നത് കടൽ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നതാണല്ലോ. ഇന്നലെ തന്നെ അത് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വ്യാപ്തി കൂടുന്ന ഒരു കാഴ്ച കൂടി ഇന്ന് കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇസ്രായേൽ ഇന്ന് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത് അവർ അമേരിക്കയുടെ ഒരു കപ്പൽ തകർത്തു എന്നാണ്. പക്ഷേ അത് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല, മറ്റു രാഷ്ട്രങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ അവരുടെ ഒരു കപ്പൽ തകർത്തു എന്നാണ്. ഇതോടൊപ്പം ഹോർമൂസ് കടലിടുക്കിൽ കൂടുതൽ ശക്തമായ ബ്ലോക്ക് ഉണ്ടാകാനായിട്ട് ഇറാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായിട്ടും ആ മേഖല ഇനി തുറന്നു കൊടുക്കില്ല എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം US അവകാശപ്പെടുന്നത് ഞങ്ങളുടെ നേവിയെ ഉപയോഗിച്ച് അവിടെ തുറക്കും, സാധാരണഗതിയിലുള്ള യാത്ര സുഗമമാക്കും എന്നൊക്കെ തന്നെയാണ്. എന്തു പറഞ്ഞാലും ഈ യുദ്ധം ഒരു വല്ലാത്ത വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. ലോകത്ത് വലിയ പ്രതിസന്ധി ആയിരിക്കുന്നു. ഇതിന് പരിഹാരം ആര് കണ്ടെത്തും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഒരു ചെറിയ ശുഭകിരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ന്യൂക്ലിയർ പ്രോഗ്രാം അവസാനിപ്പിക്കാം, പക്ഷേ അതിനൊരു ആൾട്ടർനേറ്റീവ് US നിർദ്ദേശിക്കണം എന്ന്. പക്ഷെ പകരം എന്താണ് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. പകരം എന്താണെന്ന് ഉള്ളതാണ് ചോദ്യം. അത് US സജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൾട്ടർനേറ്റീവ് US സജസ്റ്റ് ചെയ്യണം. എന്നാൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ അരകാച്ചി ഇന്നലെയും ഇന്നും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു ചർച്ചയ്ക്കില്ല എന്നാണ്. അതിനിടയ്ക്കാണ് അതിനുശേഷം ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്ററുടെ ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്ക മറ്റൊരു നീക്കം നടത്തുന്നത് ഇറാഖിലെ കുർദുകളെ വേണമെങ്കിൽ ക്രോസ് ബോർഡറായിട്ട് ഒരു ഫൈറ്റിങ്ങിന് ഇറാനിലേക്ക് വിടാൻ ഞങ്ങൾ സന്നദ്ധമാണ്, അവർക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് US അറിയിക്കുക കൂടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ US ആർമിക്ക് പകരം ഒരുപക്ഷെ കുർദുകളെ ഇറാനിലേക്ക് കടത്തിവിടാൻ കൂടി US ആലോചിക്കുന്നുണ്ടോ? ഒരു കരയുദ്ധത്തിന് കൂടി തയ്യാറെടുക്കാൻ US പ്ലാൻ ചെയ്യുന്നു എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ട്രംപിൻ്റെ പ്രധാന ഉദ്ദേശം താൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന യുദ്ധം വിജയിപ്പിച്ച് മുന്നോട്ട് നീങ്ങൂ എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും അദ്ദേഹം വാക്കുകളും പ്രവൃത്തിയും കാണിക്കുന്നത്. പുറകോട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ യുദ്ധത്തിൻ്റെ തീവ്രത കൂടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം റഷ്യ ഈ യുദ്ധത്തിൽ ഒരു ഇടപെടലിന് ശ്രമിക്കും. അതിൻ്റെ ആദ്യ പടിയായിട്ട് യൂറോപ്പിലേക്കുള്ള ഗ്യാസ് സപ്ലൈ അവർ കുറയ്ക്കാനോ നിർത്താനോ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ യൂറോപ്പിലേക്ക് ഒരു എക്കണോമിക് പ്രതിസന്ധി കൂടി നൽകുക എന്നുള്ളതായിരിക്കാം അവരുദ്ദേശിക്കുന്നത്. ചൈന പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഡിപ്ലോമസി ആവശ്യമാണ്. ആ ഡിപ്ലോമസിക്ക് ഞങ്ങൾ തയ്യാറാണ്, അതിന് envoy അയക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. GCC രാഷ്ട്രങ്ങളെ കൂടി ബന്ധപ്പെടുത്തിയായിരിക്കും അതിന് നീക്കം. ഇന്ത്യയും പറയുന്നത് സമാധാനം തന്നെയാണ് ആവശ്യം. സമാധാനത്തിനായിട്ട് എന്ത് മുന്നോട്ട് ഉള്ള നീക്കത്തിനും ഇന്ത്യയും സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീ ബൈജു തിട്ടാല, ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഖമനയുടെ വധത്തിൽ ഇന്ത്യ അനുശോചനം അറിയിച്ചു എന്നുള്ളതാണ്. മിണ്ടുന്നില്ല പ്രധാനമന്ത്രി എന്നുള്ള ആ ഒരു വിമർശനം രാഹുൽ ഗാന്ധി തുടരുകയാണ്. അതിനിടെയാണ് വിക്രം മിശ്രി ഇന്ന് അനുശോചന ബുക്കിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇറാൻ സ്ഥാനപതി കാര്യാലയത്തിൽ ചെന്ന് അദ്ദേഹം അങ്ങനെ അനുശോചനം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ നിലപാടില്ല എന്നുള്ള വിമർശനത്തിന് ഇപ്പോൾ അറുതിയായിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങനെയല്ല മഞ്ജുഷ അതിനെ കാണുന്നത്. ഇപ്പോൾ പോയി അനുശോചനം പറഞ്ഞത് there was no other way. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പൊസിഷൻ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ വളരെ കൃത്യമായി ഇവൻ ഇന്റർനാഷണൽ മീഡിയ, ഇവൻ ഇന്ത്യൻ ഓപ്പോസിഷൻ പാർട്ടികൾ വളരെ കൃത്യമായി അതിനെ അഡ്രസ് ചെയ്യുകയുണ്ടായി. അഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ there was no other way other than going and giving a condolence. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയാം, ഇംഗ്ലീഷിൽ നമുക്കത് ഇങ്ങനെ പറയാം, കൺട്രി വാസ് ബുള്ളിഡ് ഇൻ ടു ഇറ്റ്. നമ്മൾ ഇതിന്റെ അകത്ത് സമാധാനമാണ് ആകാംക്ഷിക്കുന്നത് പറയുമ്പോൾ എൻ്റെ ഒരു ഒറ്റ ചോദ്യം ഇതാണ് മഞ്ജുഷേ. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാറണ്ട് ഇട്ടിരിക്കുന്ന ഒരാളാണ് നെതന്യാഹു. ചില രാജ്യങ്ങളിൽ ചെന്നാൽ ആ വാറണ്ടോടിന്റെ അധികാരത്തിൽ വെച്ചുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം. ഇന്റർനാഷണൽ വാറണ്ട്, അതായത് അറ്റ് ലാർജ്
സമ്മൺ ഈസ് അറ്റ് ലാർജ് നമ്മൾ ലീഗൽ ടൈമിൽ പറയും. അതായത് ആൾ മുങ്ങി നടക്കുകയാണ്, വാറണ്ട് ഉണ്ട്, ഇയാളിനെ പിടിക്കണം എന്നുള്ളതാണ് വാറണ്ട്. അങ്ങനെ വാറണ്ട് ഇഷ്യൂ ഉള്ള ഒരാളിന്റെ കൂടെ നമ്മളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയി അവിടെ പോയി ഒരു മീറ്റിംഗ് നടത്തി. അതിൽ എന്താണ് നടന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് വളരെ നിഷ്പക്ഷമായ ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നതെന്ന് മോഡേൺ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു പിടിവാശിയായി. പക്ഷെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുമ്പോൾ അവിടെ 1 കോടിയോളം ഇന്ത്യക്കാർ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇറാനെ ഇന്ത്യ ഈ യുദ്ധത്തിൽ അനുകൂലിക്കുക? ഇന്ത്യയുടെ നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി സിൻസ് 1947 നമ്മൾ ഇതിന്റെ അകത്തൊരു നോൺ അലൈൻമെന്റിലാണ് നിന്നിരുന്നത്. ആ നോൺ അലൈൻമെന്റിൽ നിൽക്കുമ്പോൾ ഈ ഇല്ലീഗലായ ഒരു ആക്ഷനെ, ഇല്ലീഗലായ ഒരു അസോൾട്ടിനെ കൃത്യമായി അവിടെ വെച്ച് തന്നെ അതിനെ കൺഫ്രണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റായി പോയി എന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പറഞ്ഞ പോലെ പറയേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞില്ല. ബട്ട് എനിവേ നമ്മൾ കളം മാറ്റി, ഇപ്പൊ നമ്മളതിലേക്ക് അടുക്കുന്നു. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു ചോദ്യം, ഇതിലൊരു മീഡിയേഷനുമായി ഇന്ത്യ ചെന്നാൽ എത്ര കണ്ട് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മീഡിയേഷൻ എങ്ങനെയാണ് മഞ്ജുഷേ? മറ്റൊരു കാര്യമാണ്, ഇന്ത്യ അനുശോചന കുറിപ്പിൽ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തെ ഇന്ത്യ പൂർണ്ണമായിട്ടും എതിർക്കുന്നു എന്ന രീതിയിൽ അതിനെ പറയുവാനും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വൈകി വന്ന ഒരു അനുശോചനം കൂടിയാണിത്. ഒരു ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ അതിലുള്ള ഔദ്യോഗിക അനുശോചനം അറിയിക്കലിന് അപ്പുറം പോയിട്ടില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ അകത്തൊരു ഒരു മീഡിയേറ്റർ ആകാൻ പോകുന്നത്? അതായത് കേൾക്കാം, പറഞ്ഞോളൂ. ഒരു റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ, അതായത് വെസ്റ്റേൺ കൺട്രീസ് കൃത്യമായി ചൈനയെയും റഷ്യയെയും ബുള്ളി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിലാണ്. ഇന്റർനാഷണൽ റൂൾ ബേസിലൂടെ മാത്രമേ മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസ് ഈ ഒരു അറ്റാക്കിൽ ഇപ്പൊ ഇത് എനിക്ക് എന്റെ ഒരു റീഡിങ് ഇങ്ങനെ ഞാൻ പറയാം. അതായത് 2006 നമ്മുടെ ഈ ഇസ്രായേലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്നലെ ഒരു ടിവിക്ക് പുള്ളി ഇന്റർവ്യൂ കൊടുത്താണ്. അതായത് ഇതിൽ ഈ നമ്മുടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.